وذكر فإن الذكرى تنفع المؤمنين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ദേവബന്ദി ഉലമാക്കളും എന്ന വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു 3 ഘട്ടങ്ങൾ പ്രതിപാദിക്കേണ്ടതുണ്ട്. വളരെ ചുരുക്കി ആ വിഷയം ഓടിച്ചു പോയി നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. സർവശക്തൻ തുണയ്ക്കട്ടെ. ദാറുൽ ഉലൂം ദേവബന്ദിൻ്റെ സന്തതികൾ, അവർക്കാണ് ദേവബന്ദി പണ്ഡിതന്മാരെന്ന് പറയുന്നത്. ദേവബന്ദി പണ്ഡിതന്മാർ ദേവബന്ദിൽ ദാറുൽ ഉലൂം സ്ഥാപിച്ച മുഹമ്മദ് ഖാസിം നനൂത്തവിയുടെയും റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെയും റഹിമഹുമല്ലാ അവരുടെ ശിഷ്യന്മാരും ആ വഴിയിൽ ചിന്തിക്കുന്നവരുമാണ്. അവരാവട്ടെ ഇമാം ഷാഹ് വലിയുല്ലാഹ് ദഹ്ലവിയുടെയും അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ മുഹദ്ദിസ് അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും പാത പിൻപറ്റിയവരാണ്. ഇവർക്ക് സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള പ്രചോദനമായത് മുഹദ്ദിസ് അബ്ദുൽ അസീസ് ദഹ്ലവിയുടെ ഒരു ഫത്വയാണ്. ഇമാം ഷാഹ് വലിയുല്ലാഹ് ദഹ്ലവിയുടെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ ഷാഹ് വലിയുല്ലാഹ് ദഹ്ലവിയുടെ ദറസിൻ്റെ അധ്യാപന സ്ഥാപനം ഏറ്റെടുക്കുകയും അവിടെ ഫത്വകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിൽ കിരാത ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് ക്രിസ്ത്യാനിറ്റി, അവരുടെ ഭരണം ഇന്ത്യയിൽ അത് ദാറുൽ ഹർബ്, ഇന്ത്യയെ സമരഭൂമിയാക്കണം, അങ്ങനെ ആക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി മുഹദ്ദിസ് അബ്ദുൽ അസീസ് ദഹ്ലവിയുടെ അടുക്കൽ. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഹനഫി മദ്ഹബിലെ റദ്ദുൽ മുഖ്താർ പോലുള്ള ഗ്രന്ഥങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു. ഫാർസിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഫത്വ ഉറുദുവിൽ ഇങ്ങനെ സംഗ്രഹിക്കാം. അദ്ദേഹം പറഞ്ഞു, हिंदुस्तान मराठा के मातहत अगरचे दारुल हर्ब नहीं है, लेकिन वो बरतानिया के तहत बिल्कुल दारुल हर्ब है. ഇന്ത്യ മറാഠൻ ഹിന്ദു ഭരണാധികാരികളുടെ കീഴിൽ ഒരിക്കലും അതൊരു സമരഭൂമിയല്ല, സ്വസ്ഥ ഭൂമിയാണ്, സമാധാന ഭൂമിയാണ്. എന്നാൽ അത് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ മുമ്പിൽ തികച്ചും അതൊരു ദാറുൽ ഹർബ് തന്നെയാണ്, അതൊരു സമരഭൂമി തന്നെയാണ്. കാരണം അത്തരം അനുഭവങ്ങളാണ് വടക്കേ ഇന്ത്യയിൽ യൂറോപ്യൻ ബ്രിട്ടീഷ് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ജാതിമത ഭേദമന്യേ ഇന്ത്യൻ ജനത അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സ്വസ്ഥമായ ഒരു ജീവിതം സാധ്യമാകണം, ഇന്ത്യയിൽ ഓരോ മതക്കാരും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭ്യമാകണം, മതേതര ചിന്താഗതിയിലൂടെ മുമ്പോട്ട് പോയി ഹിന്ദു ഹിന്ദുവായും മുസ്ലിം മുസ്ലിമായും ക്രിസ്ത്യാനിയായും ഓരോ മതക്കാരും അവരവരുടെ മതമനുസരിച്ച് മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണം. ആ സ്വാതന്ത്ര്യം പകവച്ച് തരാത്തടത്തോളം കാലം അടിച്ചമർത്തൽ ഭരണം നടത്തുന്ന ബ്രിട്ടീഷുകാരുടെ ഭരണം അത് ദാറുൽ ഹർബാണെന്ന് അദ്ദേഹം ഫത്വ കൊടുത്തു. ആ ഫത്വ മതവിധി ഇന്ത്യയിലുടനീളം അരുണനങ്ങൾ സൃഷ്ടിച്ചു. എത്രത്തോളം 1700 കാലഘട്ടങ്ങളിൽ ടിപ്പു സുൽത്താൻ ഷഹീദിൻ്റെയും ഹൈദർലിയുടെയുമായ പടയോട്ടം അതിന് നിമിത്തമായതും അബ്ദുൽ അസീസ് ദഹ്ലവിയുടെ ഫത്വയാണ് എന്ന് ഒരു സ്ഥലത്ത് വായിച്ചത് ഓർമ്മയുണ്ട്. ഷഹീദ് ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ഷഹാദത്തിൽ കലാശിച്ച ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം അതിന് നിമിത്തമായതും അബ്ദുൽ അസീസ് ദഹ്ലവിയുടെ ഫത്വയാണ്. ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ പോലും അത് ചില പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, അദ്ദേഹവും ഇർത്തുള്ള അലി ഖാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നഫായിസുൽ ഇർത്തദിയുടെ കർത്താവും ഒരേ
പായയിലിരുന്ന് മഹാനായ അബ്ദുൽ അസീസ് ദഹ്ലവിയുടെ അടുക്കൽ വിദ്യ നുകർന്നവരാണ്. അദ്ദേഹത്തിന്റെ ഫത്വയാണ് മമ്പർന്നങ്ങളെയും മറ്റും സമര വീതിയിലേക്ക് ആനയിച്ചത് എന്നും ഒരു സ്ഥലത്ത് വായിച്ചതായി ഓർക്കുന്നു. ഏതുമാവട്ടെ അതിൻ്റെ പ്രതിഫലനം എന്നോണം പുറകെ അദ്ദേഹം ചില നീക്കുപോക്കുകൾ നടത്തുകയുണ്ടായി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്. ഫക്കുക്കുല്ലി നിലാം എന്ന പേരിൽ അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചു. സമഗ്രമായ വിപ്ലവം, എല്ലാ നിലാമിനെയും എല്ലാ പദ്ധതികളെയും തട്ടിയുടച്ചുകൊണ്ടുള്ള സമഗ്രമായ വിപ്ലവം. അങ്ങനെ അദ്ദേഹം ഒരു പദ്ധതി തുടങ്ങി വെച്ചു. അദ്ദേഹത്തിന്റെ പദ്ധതി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അത് ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ ശിഷ്യനായ മഹാനായ സയ്യിദ് അഹമ്മദ് ബറേൽവി, അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായ മഹാനായ ഇസ്മായിൽ ഷഹീദ് ദഹ്ലവി, ഈ രണ്ട് മഹാത്മാക്കളുടെ നേതൃത്വത്തിൽ പിന്നീട് സ്വാതന്ത്ര്യ സമരം അവർ അതിന്റെ ചുക്കാൻ പിടിക്കുകയും ഡൽഹി ആസ്ഥാനമാക്കി അവർ പ്രവർത്തന നിരതരാവുകയും ഡൽഹിയിൽ നിന്നും അവരുടെ സാർത്ഥവാഹക സംഘം വിജയഭേരി മുഴക്കിക്കൊണ്ട് രാഷ്ട്രത്തിന്റെ പല ഭാഗങ്ങളിലേക്കും തിരിയുകയും ചെയ്ത സംഭവമുണ്ട്. ആ സംഭവത്തിൽ ജാതിമത ഭേദമന്യേ ഹിന്ദുക്കളും എല്ലാവരും അദ്ദേഹത്തിന്റെ കീഴിൽ അണിനിരന്ന ഒരു സംഭവമാണത്. പക്ഷെ ബാലാക്കോട്ടിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ സയ്യിദ് അഹമ്മദ് ഷഹീദാവുകയും ഇസ്മായിൽ ദഹ്ലവിയും അവിടെ വെച്ച് ഷഹീദാവുകയുണ്ടായി. പിന്നീട് നാം കാണുന്നത് മറ്റൊരു ഘട്ടമാണ്. അത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ശിപായി ലഹള എന്നെല്ലാം അറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം. ആ സമരം ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തുകയും ബഹദൂർ ഷാ സഫറിനെ ബർമയിലേക്ക് നാടുകടത്തുകയും ചെയ്തതിനു ശേഷം പണ്ഡിതന്മാർ ഇസ്മായിൽ ഷഹീദ് ദഹ്ലവിയുടെയും സയ്യിദ് അഹമ്മദ് ബറേൽവിയുടെയും വഴി സ്വീകരിച്ച മഹാപണ്ഡിതന്മാർ ഇന്ത്യയുടെ വടക്കേ ഇന്ത്യയുടെ വിവിധ പ്രവിശ്യകളിലായി ചെറുതും വലുതുമായ ചെറുത്തുനിൽപ്പുകളും സമരങ്ങളും നടത്തിപ്പോന്നു. മഹാനായ മുഹമ്മദ് ഖാസിം നനൂത്തവിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ മഹാനായ റഷീദ് അഹമ്മദ് ഗംഗോഹി, ഈ രണ്ട് മഹാത്മാക്കൾ അവരുടെ ആത്മീയ ഗുരുവായ ഇംദാദുല്ലാ മുഹാജിർ മക്കി, വടക്കേ ഇന്ത്യയിലെ ശേഖന്മാരുടെ എല്ലാം ശേഖായിരുന്നു, സൂഫികളുടെ എല്ലാം സൂഫിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മറ്റൊരു ശിഷ്യനായ റഹ്മത്തുല്ലാ കീരാനബി, ഇവരെല്ലാം കൂടി ചേർന്നിട്ടുള്ള രണ്ടാമതൊരു നീക്കമാണ് ദേവബന്ദി സ്വാതന്ത്ര്യ സമരത്തിന്റെ രണ്ടാമത്തെ ഘട്ടം. ആ ഘട്ടത്തിൽ ധാനാഭവൻ കേന്ദ്രീകരിച്ച് സമര നീക്കങ്ങൾ നടത്തുകയും ധാനാഭവനിൽ വെച്ച് തന്നെ ചില സംഭവങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് ധാനാഭവനിലെ യുദ്ധത്തിൽ വെച്ചും ചിലരെല്ലാം ഷഹീദായി. പിന്നീട് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഒരു പട്ടാള വ്യൂഹം സ്ഥിതി ചെയ്യുന്ന UP-യിലെ ഷാംലി എന്ന പ്രവിശ്യ, ആ പ്രവിശ്യയിലേക്ക് മുഹമ്മദ് ഖാസിം നനൂത്തവിയുടെയും റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെയും നേതൃത്വത്തിൽ ഒരു സൈന്യം സജ്ജമാക്കി മുന്നോട്ട് ഗമിച്ചു. ഡൽഹി രാജാവിന്റെ ആശീർവാദത്തോടുകൂടി അദ്ദേഹത്തിന്റെ സഹായ സൈന്യത്തോടുകൂടെ ഷാംലിയിൽ ഒരു ഘോരമായ സമരം നടത്തി. അതിന്റെ കമാൻഡറായിരുന്നു ഇംദാദുല്ലാ മുഹാജിർ മക്കി. അതിന്റെ വലതും ഇടതും സൈന്യാധിപന്മാരായിരുന്നു മഹാനായ അല്ലാമ ഷാമി, അല്ലാമ ലാമിൻ, അതുപോലെ തന്നെ മഹാനായ മുഹമ്മദ് ഖാസിം നനൂത്തവി തുടങ്ങിയ ആൾക്കാർ. ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ആരംഭത്തിൽ വിജയമുണ്ടായി, പടവെട്ടുന്ന പോരാളികൾക്ക് വിജയമുണ്ടായെങ്കിലും മുസ്ലിമീങ്ങൾ എന്നല്ല എല്ലാവരും അതിലുണ്ടായിരുന്നു. പോരാളികൾക്ക് വിജയമുണ്ടായെങ്കിലും പിന്നീട് അത് ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. ആ യുദ്ധത്തിൽ അല്ലാമ ലാമിൻ ഷഹീദായി. അങ്ങനെ ബ്രിട്ടീഷുകാർ ആ സമരവും അടിച്ചമർത്തി. തുടർന്നാണ് ദേവബന്ദിന്റെ സ്ഥാപനം തുടങ്ങുന്നത്. ദാറുൽ ഉലൂം എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്വാതന്ത്ര്യ സേനാനികൾക്ക് സ്വതന്ത്രമായി വിഹരിക്കുവാനും അവർക്ക് അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുവാനും ആലോചനകൾക്കുമായി ഒരു സ്ഥലം വേണം. അതുമാത്രമല്ല, ഇന്ത്യയിൽ സ്വതന്ത്രമായി മതപ്രവർത്തനം നടത്തുന്നതിന്, മുസ്ലിമായി ജീവിക്കുന്നതിന് ഇസ്ലാമിക വികാരം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു വിജ്ഞാനഗേഹം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയാണ് മുഹമ്മദ് ഖാസിം നനൂത്തവിയും റഷീദ് അഹമ്മദ് ഗംഗോഹിയും ദാറുൽ ഉലൂം സ്ഥാപിച്ചത്. ആ ദാറുൽ ഉലൂമിന്റെ ആദ്യത്തെ സന്തതിയാണ് മഹാനായ ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദ് ഹസൻ ദേവബന്ദി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ മൂന്നാമത്തെ ഘട്ടം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളരെ വ്യവസ്ഥാപിതമായ നീക്കുപോക്കുകൾ, രഹസ്യമായ വ്യവസ്ഥാപിതമായ നീക്കുപോക്കുകൾ ഉണ്ടായി. ഇന്ത്യയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ, ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടി പ്രവാസിയായി കാബൂളിൽ പ്രവാസി ജീവിതം നയിച്ചിരുന്ന മഹേന്ദ്ര പ്രതാപ് എന്ന മഹാരാജാവിനെ ഇന്ത്യയിലേക്ക് എഴുന്നള്ളിച്ച്
ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് ആക്കാനുള്ള ഒരു രഹസ്യ നീക്കുപോക്കായിരുന്നു മുഹമ്മദ് ഖാസിം നനൂത്തവിയുടെയും റഷീദ് ഗംഗോഹിയുടെയും ശിഷ്യനായ മഹാനായ മഹമൂദ് ഹസൻ ദേവബന്ദി അദ്ദേഹം നീക്കുപോക്ക് നടത്തിയത് അതായിരുന്നു. ഇന്ത്യയിലേക്ക് മഹേന്ദ്ര പ്രതാപ് സിംഗിനെ കൊണ്ടുവരിക, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അല്ലെങ്കിൽ പ്രസിഡന്റായി വാഴിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പണ്ഡിതന്മാരിലൂടെ മുമ്പോട്ട് പോയി. ഷെയ്ഖുൽ ഹിന്ദിന്റെ കൈപിടിച്ച് ഇസ്ലാമിലേക്ക് വന്ന ഒരു സിഖുകാരൻ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് ഉബൈദുള്ള സിന്ധി എന്ന പേരിലാണ്. ഉബൈദുള്ള സിന്ധി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പട്ടുറുമാൽ സമരം നടക്കുന്നത്. രഹസ്യമായി പട്ടുറുമാലിൽ പോരാളികൾ അവരുടെ രഹസ്യങ്ങൾ എഴുതി അയക്കുമായിരുന്നു. ഹിജാസിൽ താമസിച്ചിരുന്ന മഹാനായ മഹ്മൂദ് ഹസൻ ദേവബന്ദിക്ക് സന്ദേശം എത്തിക്കുന്നത് പട്ടുറുമാൽ വഴിയായിരുന്നു. പക്ഷെ അവിടെയും ബ്രിട്ടീഷുകാർ എങ്ങനെയോ അത് മണത്തറിയുകയും അത് പിടിക്കുകയും ചെയ്തു. അഥവാ പട്ടുറുമാൽ സമരം വിജയിച്ചിരുന്നുവെങ്കിൽ ഇവിടെ മഹേന്ദ്ര പ്രതാപ് സിംഗ് ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകുമായിരുന്നു. ഫലം ഇന്ത്യയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. അതിന് സാധിച്ചില്ല എന്നുള്ളൊരു ഖേദകരമായ വസ്തുതയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യ ബൃഹത്തായ ഒരു രാഷ്ട്രമാകുമായിരുന്നു. ഇന്ത്യയിൽ ഹിന്ദു, ഹൈന്ദവ, മുസ്ലിം പരസ്പര വിവേചനവും തമ്മിലടിയും വർഗീയതയും ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ ഒരു പാകിസ്ഥാനോ ഒരു ബംഗ്ലാദേശോ ഉണ്ടാകുമായിരുന്നില്ല. അതെല്ലാം തകിടം പറഞ്ഞത് ഈ സമരമുറ ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തിയതാണ്. ഏതുമാവട്ടെ ദേവബന്ദിലെ മഹാപണ്ഡിതന്മാർ ഈ പറഞ്ഞവരെല്ലാവരും തന്നെ ഒരുപാട് ത്യാഗങ്ങൾ ഇതിനു വേണ്ടി സഹിച്ചവരാണ്. അവസാനം മഹാനായ മഹ്മൂദ് ഹസൻ ദേവബന്ദിയെ ഹിജാസിൽ നിന്നും ബ്രിട്ടീഷുകാർ അവിടുത്തെ ഷെരീഫ് ഹുസൈൻ ഭരണാധികാരിക്ക് കൈക്കൂലി കൊടുത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് മാൾട്ടയിലെ ജയിലിൽ അടച്ചു. അദ്ദേഹത്തിന്റെ ശിഷ്യനായ മഹാനായ ഹുസൈൻ അഹമ്മദ് മദനിയെയും മാൾട്ടയിലെ ജയിലിൽ അടച്ചു. വീണ്ടും ദാറുൽ ഉലൂമിന്റെ ദേവബന്ദിന്റെ സന്തതികളുടെ ഒരുപാട് സംഭവങ്ങൾ വിവരിക്കാനുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ദാറുൽ ഉലൂം ദേവബന്ദും അതിന്റെ സ്ഥാപനവും എല്ലാം തന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അവിടെ നടന്ന ആലോചനകളും ഗാന്ധിജിയുടെ ഒളിതാമസവും എല്ലാം എല്ലാവർക്കും പ്രസിദ്ധമാണ്. അതിലേക്കൊന്നും കടക്കുന്നില്ല. സർവശക്തനായ അള്ളാഹു ആ മഹാന്മാരെ പിൻപറ്റി ഇനി വരുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധ ദീനിന്റെ സംസ്ഥാപനത്തിന് ഇന്ത്യയുടെ മതേതര കാഴ്ചപ്പാട് കേടുകൂടാണ്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടി പടപൊരുതുവാൻ സമരരംഗത്തിറങ്ങേണ്ടി വന്നാൽ ഇറങ്ങുവാനുള്ള എല്ലാവിധ സൗഭാഗ്യവും നമുക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.